ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ റൈസിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇതാണ് മഹമൂസ് ഗുത്താഫി. ഇതൊരു അറബിക് ഡിഷാണ്. വെറൈറ്റി റൈസിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 3 സവാള ഞാനിവിടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നല്ല ബ്രൗൺ കളറിൽ ക്യാരമലൈസ് ചെയ്ത് കിട്ടണം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കുന്നത്. ഈ ക്യാരമലൈസ് ചെയ്ത് എടുക്കുന്ന സവാളയാണ് ഈ റൈസിന് ടേസ്റ്റും കളറും കൊടുക്കുന്നത്. ഇതിനായിട്ട് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ മാത്രം ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സവാള ഈ ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, കശകശ ഇത് ഇത്രയും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി 2 പൗണ്ട് വെളുത്തുള്ളി നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞതാണുള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ ഒരു നാരങ്ങ വേണം. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളോട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ കുറച്ചും കൂടെ വലുതാണെങ്കിൽ അതാണ് നല്ലത്. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കൂടാതെ അറബിക്ക് മസാല 1 സ്പൂൺ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അറബിക്ക് മസാല ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അറബിക്ക് ഡിഷിന് അറബിക്ക് മസാല എന്തായാലും നിർബന്ധമാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇനി ഉപ്പും ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കാം. 15-20 മിനിറ്റ് എടുത്ത് ചിക്കൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് അതിൽ നിന്ന് പിറക്കിയെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിൽ മുക്കി കോരി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒലിവ് ഓയിലോ നെയ്യോ ബട്ടറോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഫ്രൈ ചെയ്യാൻ ഓവനോ എയർ ഫ്രയറോ ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ച് തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുത്താൽ മതി. ഇനി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം റൈസിന് ആവശ്യത്തിന് അളന്ന് ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ അളവിന് വേണം ഒഴിക്കാനായിട്ട്. ഇനിയൊന്നുമില്ല, ചോറ് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വളരെയധികം ടേസ്റ്റിയാണ്. ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ കുറച്ച് കുക്കുംബർ സലാഡും പിന്നെ ബോയിൽ എഗ്ഗും പപ്പടം ഉണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.